വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ ഹുസൈൻ അടിവാരം. ഇസ്ലാമിലെ രണ്ടാം ഖലീഫയായ ഉമർ ഫാറൂഖിന്റെ ഭരണകാലത്ത് സിറിയയിലും ഫലസ്തീനിലും മാരകമായ പ്ലേഗ് രോഗം പടർന്നു പിടിച്ചു ആയിരങ്ങൾ മരിച്ചു വീഴുകയാണ്. ഉമർ ഒരു സംഘത്തെയും കൂട്ടി രോഗബാധിത പ്രദേശങ്ങളിലേക്ക് പുറപ്പെട്ടു. വഴിമധ്യേ തൻ്റെ അടുത്ത അനുയായികളുമായി കൂടിയാലോചിച്ചപ്പോൾ മഹാമാരി ബാധിച്ച സ്ഥലത്തേക്ക് പോവേണ്ടതില്ലെന്ന് തീരുമാനിച്ചു. സംഘത്തെ നയിച്ചിരുന്ന അബൂ ഉബൈദ വളരെ രോഷത്തോടെ ഖലീഫയോട് ചോദിച്ചു, താങ്കൾ ദൈവവഴിയിൽ നിന്ന് ഓടിപ്പോവുകയാണോ? ഉമർ സൗമ്യനായി മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ്: ഇസ്ലാമിലെ വിധിവിശ്വാസം വിപത്തുകളുടെയും വിനാശത്തിൻ്റെയും താക്കോലാവരുതെന്നും പുരോഗതിയുടെയും വിജയത്തിൻ്റെയും നേട്ടങ്ങളുടെയും വഴിയിൽ വിഘാതം വരുത്താതെ ദൈവം മനുഷ്യന് നൽകിയ സ്വാതന്ത്ര്യം പരമാവധി ഉപയോഗപ്പെടുത്തണമെന്നുമായിരുന്നു. നിശിതമായ വിമർശനങ്ങളെ കൊണ്ട് സഹജീവികളെ തേജോവധം ചെയ്യുന്ന രക്ഷസ്വാവരുത് നമ്മുടെ നാവ്. വിപുലമായ നാശങ്ങൾ വരുത്താൻ ഇതിന് കഴിവുണ്ട്. നമ്മുടെ ഹൃദയം ഒരു ഹിംസ്രജീവിയാണ്. അതിനെ സ്നേഹം കൊണ്ട് മെരുക്കിയെടുത്ത് നാം ശക്തരാവേണ്ടതുണ്ട്. ആ ഹൃദയം തിന്മ കൊണ്ടും ദുഷ്ടത കൊണ്ടും നിറഞ്ഞാൽ അനർത്ഥങ്ങൾ സംഭവിക്കും. അശുദ്ധിയും മ്ലേച്ഛതയും കടന്നുവരും. സൗമ്യത നഷ്ടപ്പെടും. അതുകൊണ്ടാണ് പ്രവാചകൻ ദാവീദ് പ്രാർത്ഥിച്ചത്, ദൈവമേ, വെടിപ്പുള്ള ഒരു ഹൃദയം എനിക്ക് നൽകണമേ. ശത്രുവിൻ്റെ അഥവാ പിശാചിൻ്റെ വ്യാപാരത്തിൽ നിന്നും എൻ്റെ ബോധത്തെയും ദുർമോഹത്തോടെ കാണാതിരിക്കാൻ എൻ്റെ കണ്ണുകളെയും വ്യർത്ഥമായി കേൾക്കാതിരിക്കാൻ എൻ്റെ കാതുകളെയും ദുർഭാഷണങ്ങളിൽ നിന്ന് എൻ്റെ അധരങ്ങളെയും അധാർമിക പ്രവർത്തനങ്ങളിൽ നിന്ന് എൻ്റെ ഇന്ദ്രിയങ്ങളെയും മറ്റു അവയവങ്ങളെയും കാത്തുകൊള്ളണമേ എന്ന് പ്രൊഫറ്റ് മുഹമ്മദ്, മഹാത്മാഗാന്ധി, അബ്രഹാം ലിങ്കൺ, നെൽസൺ മണ്ടേല തുടങ്ങിയ ലോക നേതാക്കൾ സൗമ്യതയുടെയും ലാളിത്യത്തിൻ്റെയും കഥകളാണ് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. മുഹമ്മദ് നബി സുദീർഘകാലങ്ങളോളം ക്രൂരമർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടും ശത്രുക്കൾക്ക് മാപ്പ് കൊടുത്തപ്പോൾ മഹാത്മാഗാന്ധി തന്നെ ബൂട്ടിട്ട് ചവിട്ടിയ വെള്ളക്കാരനോട് പോലും സൗമ്യത പുലർത്തുകയുണ്ടായിട്ടുണ്ട്. ഇതൊക്കെ സൗമ്യതയുടെ മായ്ക്കപ്പെടാത്ത ഉദാഹരണങ്ങളാണ്. ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും ഒരേ സത്തയിൽ നിന്നും അഥവാ ഒരേ മാതാപിതാക്കളിൽ നിന്നുമാണ് ഉണ്ടായത്. അതിനാൽ അവരെല്ലാം സമന്മാരാണ്. ദേശ, ഭാഷ, വർഗ, വർണ്ണഭേദങ്ങളെല്ലാം പരസ്പരം തിരിച്ചറിയാനുള്ള ഉപാധികൾ മാത്രമാണ്. അതിൻ്റെ പേരിൽ വിവേചനം പാടില്ലെന്നർത്ഥം. മാതാപിതാക്കൾ ഭിന്ന മതത്തിൽപ്പെട്ടവരാണെങ്കിൽ പോലും കാരുണ്യത്തിൻ്റെ, സൗമ്യതയുടെ ചിറകുകൾ താഴ്ത്തിക്കൊടുത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. ലക്ഷക്കണക്കിന് പുരുഷ ബീജങ്ങളിൽ നിന്ന് തനിക്കിഷ്ടമുള്ള ബീജത്തെ സ്ത്രീയുടെ അണ്ഡവുമായി ചേർക്കുമ്പോൾ അതിൻ്റെ സ്വഭാവമനുസരിച്ച് കുഞ്ഞ് ആണോ പെണ്ണോ എന്ന് നിശ്ചയിക്കപ്പെടുന്നത് പോലെ തന്നെ പിന്നീട് ആ കുഞ്ഞിന് സൗമ്യ ഹൃദയമോ കഠിന ഹൃദയമോ വേണ്ടതെന്ന് കൂടി കണക്കാക്കപ്പെടുന്നു. ആരോടും കഠിന ഹൃദയനാവാതെ, നല്ലത് പറഞ്ഞു ചീത്തവാക്ക് പറയാതെ, പരിഹസിക്കാതെ, അന്യോന്യം അവഹേളിക്കാതെ, അപമാനിക്കാതെ, നാട്ടിൽ കുഴപ്പമുണ്ടാക്കാതെ, സത്യം, ധർമ്മം, നീതി, ന്യായം എന്നിവ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുകയും അങ്ങനെ ജീവിക്കാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് നാം ഒരു യഥാർത്ഥ സൗമ്യനായ മനുഷ്യനായിത്തീരുന്നത്. വചനാമൃതമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ ഹുസൈൻ അടിവാരം.